വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായി മിറാക്കിൾ കേവിന്റെ നാട് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചതിന് ഞാൻ കൊണ്ടുപോകുന്നു. ആ ഇങ്ങനെ വരുന്നില്ല. കാര്യം പറയും കാണാത്ത പണ്ട് ആ കുതിരയുടെ കാര്യം പറയുക. മിറാക്കിൾ കേവിന്റെയും ട്രസ്റ്റ് സ്റ്റേജിന്റെയും ഔപചാരികമായ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർ ഉൾപ്പെടെ നമ്മുടെ ബഹുമാന്യ MLA-യും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായ ശ്രീ ചിറ്റയം ഗോപകുമാർ, എല്ലാ വിശിഷ്ട ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സഭ ആരംഭിക്കുകയാണ്. നമസ്കാരം. 25 വർഷമായി സ്വപ്രയത്നത്താലും താല്പര്യത്താലും ചിക്കുചേട്ടൻ നടത്തിക്കൊണ്ടുവന്നിരുന്ന നന്ദന ഗ്രൂപ്പിന്റെ ഏറ്റവും ജനകീയമായ സംരംഭമായിരുന്നു നന്ദന ചിൽഡ്രൻസ് പാർക്ക്. കുട്ടികൾ മൊബൈലിലും മുതിർന്നവർ സോഷ്യൽ മീഡിയയിലും സമയം കൊല്ലുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് കൊറോണ കാലഘട്ടത്തിൽ, തൻ്റെ പേഴ്സണൽ കളക്ഷൻ നമ്മുടെ മണ്ണിനും നമ്മുടെ നാട്ടുകാർക്കുമായി തുറന്നു നൽകാനാണ് ചിക്കുചേട്ടൻ തീരുമാനിച്ചത്. അന്ന് തൊട്ട് ഇന്നേ വരെ പത്തനംതിട്ട ജില്ലയുടെ ടൂറിസം മാപ്പിൽ അടയാളം നേടിയ ഒരു സംരംഭമായി മാറി നന്ദന ചിൽഡ്രൻസ് പാർക്ക്. നമ്മുടെ മണ്ണിൽ നമ്മുടെ നാട്ടുകാർക്കായി ലാഭേച്ഛയില്ലാതെ പ്രതിദിനം വളർന്നു വരുന്ന ഈ സംരംഭത്തിൽ ചിക്കുചേട്ടൻ്റെ സുഹൃത്തുക്കൾ എന്ന നിലയിൽ തോൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാ നല്ലവരായ അധികാരികളുടെയും നാട്ടുകാരുടെയും സഹകരണം ഒരുപാട് സന്തോഷവും നൽകുന്നുണ്ട്. കേരള സംസ്ഥാന നിയമസഭ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറും ആയ ശ്രീ ചിറ്റയം ഗോപകുമാർ അവരുടെ ഹാർദവമായി അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി ക്ഷണിക്കുക. ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്, അഡ്വക്കേറ്റ് ഡോക്ടർ ജിതേഷ് ജി, എസ് രാജേന്ദ്ര പ്രസാദ് അടക്കം, അടൂർ രാജൻ സാർ അടക്കം വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നന്ദന ഫാമിൻ്റെ പുതിയ സംരംഭം മിറാക്കിൾ കേവ് ആൻഡ് ട്രസ്റ്റ് സ്റ്റേജ് ഇതിവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീ ചിക്കു ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയത്തക്ക നിലയിൽ കുട്ടികൾക്കടക്കം കളിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള കുട്ടികളുടെ പാർക്ക് നേരത്തെ ഇവിടെ ആരംഭിച്ചിരുന്നു. അന്നത് ഉദ്ഘാടനം ചെയ്യാൻ ഞാനാണ് എത്തിയത്. ഇവിടെ കുതിരയും കുതിര വണ്ടിയും അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മേഖലയിൽ വിജ്ഞാനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ വിനോദത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ, പ്രത്യേകിച്ച് സർക്കാർ മേഖലയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് സ്ഥലപരിമിതിയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ഇവിടെ സ്വകാര്യ മേഖലയിൽ ചിക്കു തൻ്റെ പണം ചെലവഴിച്ചുകൊണ്ട് ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയത്തക്ക നിലയിൽ വന്നിരിക്കാനും കളിക്കാനും കഴിയത്തക്ക നിലയിൽ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്.
നന്ദന ഫാമിൻ്റെ ഒരു പുതിയ സംരംഭമാണ് ഈ മിറാക്കിൾ കേവ് എന്നുള്ളത്. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. 12 തെക്കേക്കര തീർത്തും ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മുടെ ഈ മേഖലയെല്ലാം ഏറ്റവും പ്രധാനമായ സാധാരണ മനുഷ്യരും കർഷകരും എല്ലാം അടങ്ങുന്ന ഒരു ഭൂപ്രദേശമാണ്. തനി ഗ്രാമീണ മേഖലയാണ്. അവിടെ ഇത്തരത്തിലൊരു സംരംഭം സാധാരണ വലിയ പട്ടണങ്ങളിലും വലിയ പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീം പാർക്കുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നിടത്ത് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു പരിപാടി ഒരു ഗ്രാമീണ മേഖലയിൽ ഇത്തരം പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കുമെല്ലാം ആസ്വദിക്കാൻ അതിനെ ക്രമപ്പെടുത്തി അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരിച്ചിരി സാഹസികത കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ അതൊക്കെ ഒരു ഫീസിബിൾ ആകുമോ, പ്രയോജനപ്രദമാകുമോ, ഫലപ്രദമാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവാം. എന്നാൽ നമ്മുടെ നാടിൻ്റെ മുമ്പിൽ തന്നെയുമുള്ള അനന്തമായ സാധ്യതകളെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ലഭിക്കാൻ തയ്യാറായതിന് അവർ അഭിനന്ദനത്തിന് കൂടി അർഹരാണ്. ഞാൻ അതുകൊണ്ട് അവരെ എല്ലാം ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്.